ഹലോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? 10ാം വളവിലാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് നിന്നും അട്ടപ്പാടിയിലേക്കാണ് യാത്ര. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നമുക്ക് ഈ ഫ്ലാഷ് അടിച്ച് തന്ന ഡ്രൈവർ ചേട്ടനൊരു സല്യൂട്ട് കൊടുത്തിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. പാലക്കാട് മണ്ണാർക്കാടും തേങ്കരയും കഴിഞ്ഞാൽ പിന്നെ അട്ടപ്പാടി ചുരം കയറി തുടങ്ങും. മണ്ണാർക്കാട്ടിൽ നിന്നും എപ്പോഴും ബസ് സൗകര്യമുണ്ട്. മണ്ണാർക്കാട്ടിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് 25 കിലോമീറ്റർ ആണ് ദൂരം. കേരളത്തിലെ ഒരേ ഒരു ആദിവാസി താലൂക്കാണ് അട്ടപ്പാടി. പശ്ചിമഘട്ടത്തിലെ നീലഗിരി കുന്നുകൾക്ക് താഴെയായി ഭവാനി നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു പർവ്വത താഴ്വര കൂടിയാണ് നമ്മുടെ അട്ടപ്പാടി. വനത്താൽ ചുറ്റപ്പെട്ട ചുരം കയറിയുള്ള ഈ ഒരു യാത്ര അടിപൊളിയാണ്. വേനൽക്കാലമായിട്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പ് നമുക്ക് അനുഭവം. ടൂ വീലറിലായതിനാൽ കാഴ്ചകളെല്ലാം നന്നേ ഒപ്പിയെടുത്തിട്ടാണ് ഞങ്ങളുടെ യാത്ര. മഴയിടയ്ക്ക് യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. മഴക്കാറുള്ളതിനാൽ വെയിൽ കൊണ്ട് കറങ്ങേണ്ടിയും വന്നില്ല. ഞങ്ങളുടെ യാത്ര അട്ടപ്പാടിയുടെ ആസ്ഥാനമായ അഗളിയിലേക്കാണ്. അഗളിയോട് അടുക്കും തോറും ഇതുവരെ കണ്ട കാഴ്ചകളുടെ എല്ലാം രൂപം മാറി. ഇതാണ് അഗളി. ഇവിടെയുള്ള PWD റെസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അഗളി ടൗണിൽ നിന്നും 200 മീറ്റർ മാറിയിട്ടാണ് PWD റെസ്റ്റ് ഹൗസ് ഉള്ളത്. 400 രൂപ മുതൽ നമ്മൾക്കിവിടെ റൂം ലഭിക്കും. PWD റെസ്റ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് വേണം റൂം ബുക്ക് ചെയ്യുവാൻ. ഇവിടെ 2 ബിൽഡിംഗ് ആണുള്ളത്. പുതിയ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ താമസം ഒരുക്കിയിരിക്കുന്നത്. പഴയ കെട്ടിടത്തിൽ മെയിൻ്റനൻസ് ജോലികൾ നടക്കുകയാണ്. റെസ്റ്റ് ഹൗസിന് മുകളിലായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത്. താഴെ റോഡിൽ നിന്നും ഇവിടെ വരെയും കയറ്റമാണ്. ഇതിനു മുകളിൽ നിന്നാൽ അട്ടപ്പാടി ഫുള്ളായി കാണാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. കിഴക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയും വടക്ക് നീലഗിരിയും തെക്ക് പാലക്കാട് താലൂക്കും പടിഞ്ഞാറ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് റവന്യൂ ഗ്രാമങ്ങളും മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കുമാണ് അതിർത്തിയായി കിടക്കുന്നത്. ദൂരെയായി നിരന്നു നിൽക്കുന്ന നീലഗിരി കുന്നുകളും വൈകുന്നേരങ്ങളിലെ നിലയ്ക്കാത്ത ഈ കാറ്റും പിന്നെ ഒരു സൂര്യാസ്തമയമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇപ്പോഴും ഞങ്ങൾ ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ കണ്ടില്ലേ, അട്ടപ്പാടിയുടെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ്.
മറ്റൊരു ഏതൊരു പ്രദേശം പോലെ തന്നെ മൺസൂൺ കാലഘട്ടത്തിലാണ് അട്ടപ്പാടിയും കൂടുതൽ സൗന്ദര്യമുള്ളതാകുന്നത്. യാത്രകളെ അത്രമേൽ സ്നേഹിക്കുന്നവരുടെ ഒരു സീസൺ തുടങ്ങുകയാണല്ലേ. ജീവിതത്തിൽ മടുക്കാത്ത ഒരേ ഒരു വികാരമാണ് യാത്ര. മഴക്കാലമായാൽ പലയിടങ്ങളിലേക്കും യാത്ര പ്ലാൻ ചെയ്ത് വെച്ചവരാണ് നമ്മളെല്ലാവരും. അപ്പോഴേ ഇനി മഴക്കാലത്തെ കൂടുതൽ മനോഹര കാഴ്ചകൾക്കായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ മുഴുവനായി കണ്ടതിന് നന്ദി. ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നാട്ടിലെ പുത്തൻ കാഴ്ചകൾക്കായി ഒപ്പം കൂടിക്കോളൂ. എല്ലാവർക്കും ബൈ.